ഭൂമി എന്ന നമ്മുടെ ഗ്രഹത്തിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയുടെ ആഴങ്ങളിലെ തിളച്ചുമറിയുന്ന പാറകളും വാതകങ്ങളും പുറത്തേക്ക് വരുന്ന പിളർപ്പുകളെയാണ് നാം അഗ്നിപർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നത്. അവ ഒരേ സമയം ഭയപ്പെടുത്തുന്നതും എന്നാൽ കൗതുകം നിറഞ്ഞതുമാണ്. ആകാശത്തേക്കുയരുന്ന കനത്ത പുകയും ചാരവും നദികൾ പോലെ ഒഴുകുന്ന ചുവന്ന ലാവയും അഗ്നിപർവ്വതങ്ങളുടെ ഭീകരമായ രൂപമാണ് കാണിച്ചുതരുന്നത്. എന്നാൽ ഇവ വെറും നാശകാരികൾ മാത്രമല്ല. മനുഷ്യർക്ക് ഏറെ പ്രിയപ്പെട്ട വജ്രങ്ങളും മറ്റ് വിലപിടിപ്പുള്ള രത്നങ്ങളും ഭൂമിയുടെ മുകളിലേക്കെത്തിക്കുന്നത് ഈ അഗ്നിപർവ്വതങ്ങളാണ്. കൂടാതെ കൃഷിക്ക് അനുയോജ്യമായ നല്ല വളക്കൂറുള്ള മണ്ണ് സമ്മാനിക്കുന്നതിലും ഇവ വലിയ പങ്കുവഹിക്കുന്നു. ഭൂമിക്കടിയിലെ ഈ അത്ഭുത രഹസ്യങ്ങളെക്കുറിച്ചും അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് പരിശോധിക്കാം. ഭൂമിയുടെ ആന്തരിക രഹസ്യങ്ങളെയും പ്രകൃതിയുടെ അജയ്യമായ കരുത്തിനെയും വിളിച്ചോതുന്ന ഒരു അത്ഭുതകരമായ പ്രതിഭാസമാണ് അത്ഭുതകരവും ഒപ്പം ഭയാനകവുമായ അഗ്നിപർവ്വതങ്ങൾ. എന്താണ് യഥാർത്ഥത്തിൽ ഒരു അഗ്നിപർവ്വതം? ലളിതമായി പറഞ്ഞാൽ, ഭൂമിക്കടിയിലെ ഉരുകിയ പാറകളും മാരകമായ വാതകങ്ങളും ചാരവും പുറത്തേക്ക് തള്ളപ്പെടുന്ന ഭൂമിയിലെ പിളർപ്പുകളെയാണ് നാം അഗ്നിപർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള മഗ്മ പുറത്തെത്തുമ്പോൾ അത് ലാവയായി മാറുന്നു. ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം മൂലമോ ഹോട്ട്സ്പോട്ടുകൾ മൂലമോ ആണ് ഇവ രൂപപ്പെടുന്നത്. ലോകത്തിലെ ഭൂരിഭാഗം അഗ്നിപർവ്വതങ്ങളും പസഫിക് സമുദ്രത്തിനു ചുറ്റുമുള്ള റിംഗ് ഓഫ് ഫയർ എന്ന മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അഗ്നിപർവ്വതങ്ങളെ പ്രധാനമായും മൂന്നായി തിരിക്കാം. എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സജീവമായവ, ഇപ്പോൾ ശാന്തമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണരാവുന്ന സുഷുപ്തിയിലുള്ളവ, ഇനിയൊരിക്കലും പൊട്ടിത്തെറിക്കില്ല എന്നുറപ്പുള്ള നിർജ്ജീവമായവ എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കാരണം ഒരുപാട് നാശനഷ്ടങ്ങൾ പല കാലങ്ങളിലായി ഭൂമിയിലുണ്ടായിട്ടുണ്ട്. ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ ഭീകരമായ പല സ്ഫോടനങ്ങളും നമുക്ക് കാണാം. A.D79 ഇറ്റലിയിലെ പോംപെ നഗരത്തെ ഒന്നടങ്കം ചാരമാക്കിയ മൗണ്ട് വെസൂവിയസും 1883 ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ച ക്രാക്കത്തോവയും പ്രകൃതിയുടെ സംഹാരരൂപത്തിന്റെ ഉദാഹരണങ്ങളാണ്. എന്നാൽ അഗ്നിപർവ്വതങ്ങൾ വെറും നാശകാരികൾ മാത്രമല്ല. അവ പുറന്തള്ളുന്ന ചാരം മണ്ണിനെ അതീവ ഫലഭൂയിഷ്ടമാക്കുന്നു. ഭൂമിക്കടിയിലെ അപൂർവധാതുക്കൾ ഉപരിതലത്തിലെത്തിക്കുന്നതും ഭൗമതാപ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നതും ഈ പ്രകൃതി പ്രതിഭാസമാണ്. ഭൂമിയുടെ അന്തർഭാഗത്തെ മാന്റിൽ അതിശക്തമായ ചൂടും സമ്മർദ്ദവും കാരണമാണ് പല രത്നങ്ങളും രൂപപ്പെടുന്നത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ മാഗ്മയോടൊപ്പം ഈ രത്നങ്ങളും ഭൂമിയുടെ ഉപരിതലത്തിലേക്കെത്തുന്നു. വജ്രങ്ങൾ രൂപപ്പെടുന്നത് ഭൂമിയുടെ 150 മുതൽ 200 കിലോമീറ്റർ വരെ ആഴത്തിലാണ്. സാധാരണ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയല്ല വജ്രങ്ങൾ പുറത്തെത്തുന്നത്. പകരം കിംബർലൈറ്റ് പൈപ്പുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേകതരം അഗ്നിപർവ്വത നാളികളിലൂടെയാണ് അവ മുകളിലെത്തുന്നത്. ഇവ വളരെ വേഗത്തിലുള്ള സ്ഫോടനങ്ങളിലൂടെയാണ് വജ്രങ്ങളെ ഉപരിതലത്തിലെത്തിക്കുന്നത്. പല പ്രശസ്തമായ രത്നങ്ങളും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ചില രത്നങ്ങളാണ്: പെരിഡോട്ട്, ലാവയ്ക്കുള്ളിൽ ക്രിസ്റ്റലുകളായി രൂപപ്പെടുന്ന രത്നമാണിത്. ഹവായിയിലെ ചില കടൽത്തീരങ്ങളിൽ അഗ്നിപർവ്വതചാരത്തിൽ നിന്ന് ലഭിക്കുന്ന പച്ചനിറത്തിലുള്ള മണൽത്തരികൾ യഥാർത്ഥത്തിൽ പെരിഡോട്ട് രത്നങ്ങളാണ്. അമേത്തിസ്റ്റ്, അഗ്നിപർവ്വതശിലകളിലെ ബസാൾട്ട് വായുകുമിളകൾ തണുത്തുറയുമ്പോൾ അതിനുള്ളിൽ സിലിക്ക അടിഞ്ഞുകൂടിയാണ് ഈ വയലറ്റ് നിറത്തിലുള്ള രത്നങ്ങളുണ്ടാകുന്നത്. ഒബ്സീഡിയൻ ഇതിനെ അഗ്നിപർവ്വത ഗ്ലാസ് എന്ന് വിളിക്കുന്നു. ലാവ വളരെ വേഗത്തിൽ തണുത്തുറയുമ്പോഴാണ് ഇത് രൂപപ്പെടുന്നത്. കറുപ്പ് നിറത്തിൽ തിളങ്ങുന്ന ഈ കല്ല് ആഭരണങ്ങൾക്കും പുരാതനകാലത്ത് ആയുധങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു. ചില അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കിടയിൽ ആകാശത്തുനിന്ന് പച്ചനിറത്തിലുള്ള ചെറിയ കല്ലുകൾ മഴപോലെ പെയ്യാറുണ്ട്. ഹവായിയിലെ കിലാവിയ എന്ന അഗ്നിപർവ്വതം പൊട്ടിയപ്പോൾ ഇത്തരത്തിൽ പെരിഡോട്ട് മഴയുണ്ടായത് വലിയ വാർത്തയായിരുന്നു. ഒബാൽ, മഴവെള്ളം അഗ്നിപർവ്വതശിലകളിലെ വിള്ളലുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവിടെയുള്ള സിലിക്കയുമായി ചേർന്ന് ഉറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ഒബാൽ എന്ന മനോഹരമായ രത്നമുണ്ടാകുന്നത്. അഗ്നിപർവ്വതങ്ങളില്ലായിരുന്നുവെങ്കിൽ ഭൂമിക്കടിയിലെ ഇത്രയധികം വജ്രങ്ങളും വൈഡൂര്യങ്ങളും നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ലായിരുന്നു. ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഹവായിയിലുള്ള മൗനലോവയാണ്. എന്നാൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ചൊവ്വയിലുള്ള ഒളിമ്പസ് മോൺസ് ആണ്. ഇതിന് എവറസ്റ്റ് കൊടുമുടിയേക്കാൾ 3 ഇരട്ടി ഉയരമുണ്ട്. ലോകത്തിലെ 75% അഗ്നിപർവ്വതങ്ങളും സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിനു ചുറ്റുമുള്ള ഒരു പ്രത്യേക മേഖലയിലാണ്. ഇതിന് റിംഗ് ഓഫ് ഫയർ എന്ന് വിളിക്കുന്നു. ഏകദേശം 450-ലധികം അഗ്നിപർവ്വതങ്ങൾ ഈ മേഖലയിലുണ്ട്. അഗ്നിപർവ്വതങ്ങൾ കരയിൽ മാത്രമല്ല, കടലിനടിയിലുമുണ്ട്. ഭൂമിയിലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ 80% നടക്കുന്നത് സമുദ്രത്തിനടിയിലാണ്. ചിലപ്പോൾ ഇവ പൊട്ടിത്തെറിച്ച് പുതിയ ദ്വീപുകൾ തന്നെ രൂപപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് ഐസ്ലാൻഡിനടുത്തുള്ള സുർട്സി ദ്വീപ്.
സാധാരണയായി ലാവ ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലാണ് കാണപ്പെടാറുള്ളത്. എന്നാൽ ഇന്തോനേഷ്യയിലെ കാവ ഈജൈൻ എന്ന അഗ്നിപർവ്വതത്തിൽ നിന്ന് നീലനിറത്തിലുള്ള ലാവ ഒഴുകുന്നത് കാണാം. ഇത് ലാവയിലുള്ള സൾഫർ വാതകം കത്തുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അഗ്നിപർവ്വതങ്ങൾ തണുപ്പിന് കാരണമാകുന്നു. വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ പുറത്തുവരുന്ന ചാരവും വാതകങ്ങളും അന്തരീക്ഷത്തിൽ പടരുകയും സൂര്യപ്രകാശത്തെ തടയുകയും ചെയ്യും. ഇത് ഭൂമിയിലെ താപനില താൽക്കാലികമായി കുറയാൻ കാരണമാകുന്നു. 1815-ലെ ടാംബോറ സ്ഫോടനത്തിന് ശേഷം യൂറോപ്പിലും അമേരിക്കയിലും വേനൽക്കാലമില്ലാത്ത വർഷമുണ്ടായ ചരിത്രമുണ്ട്. AD 79-ൽ ഇറ്റലിയിലെ വെസൂവിയസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചപ്പോൾ റോമൻ നഗരമായ പോംബൈ പൂർണ്ണമായും ചാരത്തിനടിയിലായി. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഖനനം ചെയ്തപ്പോൾ അന്നത്തെ മനുഷ്യരുടെ രൂപങ്ങളും വസ്തുക്കളും ഒട്ടും കേടുപാടുകൾ സംഭവിക്കാതെ ചാരത്തിനടിയിൽ സംരക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്താൻ കഴിഞ്ഞു. ഇത്തരത്തിലുള്ള അഗ്നിപർവ്വതങ്ങൾ നമ്മുടെ ഇന്ത്യയിലും കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ സജീവമായ ഒരേയൊരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ബാരൻ ഐലൻഡിലാണ്. അഗ്നിപർവ്വതങ്ങൾ അപകടകാരികളാണെങ്കിലും അവ പുറന്തള്ളുന്ന ചാരം മണ്ണിനെ വളരെയധികം ഫലഭൂയിഷ്ടമാക്കാറുണ്ട്. അതുകൊണ്ടാണ് പല അഗ്നിപർവ്വതങ്ങൾക്കു ചുറ്റും ആളുകൾ താമസിക്കാൻ താൽപ്പര്യപ്പെടുന്നത്. പ്രത്യേകതകൾ കൊണ്ട് സമ്പന്നമായ പ്രകൃതിയുടെ ഈ പടുകൂറ്റൻ നിർമ്മിതികൾ നമ്മളിൽ ഒരേ സമയം ഭയവും കൗതുകവും നിറക്കുന്നു. അങ്ങനെയിരിക്കെ ലോകത്തിലെ ഏകദേശം 1500ഓളം വരുന്ന എല്ലാ സജീവ അഗ്നിപർവ്വതങ്ങളും ഒരേ സമയം പൊട്ടിത്തെറിച്ചാൽ എന്തുണ്ടാകും? അതൊരുപക്ഷേ ഭൂമിയുടെ തന്നെ അന്ത്യമായിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന ലാവപ്രവാഹത്തിലും വിഷവാതകങ്ങളിൽപ്പെട്ട് ദശലക്ഷങ്ങൾ കൊല്ലപ്പെടും. സമുദ്രത്തിനടിയിലെ സ്ഫോടനങ്ങൾ ഭീമാകാരമായ സുനാമികൾക്ക് കാരണമാകും. അതിലുപരിയായി അന്തരീക്ഷത്തിൽ പടരുന്ന കിലോമീറ്ററുകളോളം കട്ടിയുള്ള ചാരപ്പടലം സൂര്യപ്രകാശത്തെ തടയുകയും ഭൂമി ഒരു അഗ്നിപർവ്വത ശീതകാലത്തിലേക്ക് വോൾക്കാനിക് വിന്റർ വഴുതി വീഴുകയും ചെയ്യും. പ്രകാശസംശ്ലേഷണം നടക്കാതെ കൃഷി നശിക്കുകയും ലോകം പട്ടിണിയിലാവുകയും ചെയ്യും. കൂടാതെ പെയ്യുന്ന അമ്ലമഴ ഭൂമിയെ വാസയോഗ്യമല്ലാതാക്കി മാറ്റും. അഗ്നിപർവ്വതങ്ങൾ പ്രകൃതിയുടെ ഒരു വലിയ അത്ഭുതമാണ്. അവ ഒരേ സമയം നാശകാരികളായ ശത്രുക്കളെപ്പോലെയും ഭൂമിക്ക് ജീവൻ നൽകുന്ന മിത്രങ്ങളെപ്പോലെയും നിലകൊള്ളുന്നു. ചരിത്രത്തെ മാറ്റിമറിച്ച വലിയ സ്ഫോടനങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും ഭൂമിക്കടിയിലെ അമൂല്യനിധികളെ പുറത്തെത്തിക്കുന്നതിലും മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുന്നതിലും ഇവയ്ക്കുള്ള പങ്ക് വലുതാണ്. ലോകത്തിലെ എല്ലാ അഗ്നിപർവ്വതങ്ങളും ഒരേ സമയം പൊട്ടിത്തെറിച്ചാൽ അതൊരുപക്ഷേ ഭൂമിയുടെ അന്ത്യത്തിനു തന്നെ കാരണമായേക്കാം. എന്നാൽ ഭാഗ്യവശാൽ ശാസ്ത്രീയമായി അങ്ങനെയൊന്ന് സംഭവിക്കുക അസാധ്യമാണ്. പ്രകൃതി അതിന്റെ ശക്തിയും സൗന്ദര്യവും സമന്വയിപ്പിച്ചിരിക്കുന്ന ഈ പ്രതിഭാസങ്ങൾ ഭൂമി എത്രമാത്രം ജീവസുറ്റതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വജ്രങ്ങളെപ്പോലെ തിളക്കമുള്ളതും ലാവയെപ്പോലെ കത്തുന്നതുമായ ഈ രഹസ്യങ്ങൾ വരുംതലമുറകളിലും കൗതുകം നിറയ്ക്കുമെന്നതിൽ സംശയമില്ല.